പ്രിയ പ്രേക്ഷകർക്ക് റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളും സാധാരണം, പെണ്ണ് വിഷം കൊടുക്കുന്നത് അസ്വാഭാവികം. സ്ത്രീ പുരുഷ കുറ്റകൃത്യങ്ങൾ സമൂഹം ചർച്ച ചെയ്യുന്നതിലെ വൈരുദ്ധ്യത്തെ വിമർശിച്ച് എഴുത്തുകാരി ശാരദക്കുട്ടി. തെറ്റുകളെ തെറ്റുകളായല്ല ആണും പെണ്ണുമായാണ് തരംതിരിക്കുക എന്ന് ശാരദക്കുട്ടി പറയുന്നു. അതുകൊണ്ടാണ് സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളും സാധാരണമാവുന്നതെന്നും മറിച്ച് ഒരു പെണ്ണ് വിഷം കൊടുക്കുന്നത് അസാധാരണവും വലിയ വാർത്തയുമാകുന്നതെന്നും ശാരദക്കുട്ടി കുറിക്കുന്നു. ആണുങ്ങളിൽ വിരലിലെണ്ണാവുന്നവരൊഴികെ എല്ലാവരും ഒരു പരിധിവരെ രാഹുൽ ഈശ്വരന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പബ്ലിക്കായി പറയുന്നു. മറ്റു പ്രതിനിധാനങ്ങൾ വീടുകൾക്കുള്ളിലും ജോലി സ്ഥലങ്ങളിലും സഹജീവികളായ പെണ്ണുങ്ങളോട് അതേ കാര്യം പറയുന്നു. അത്രയേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഞാൻ രാഹുൽ ഈശ്വറിനൊപ്പമാണെന്ന് പറയുന്നവർ എക്കാര്യത്തിലും അയാൾക്കൊപ്പം തന്നെയാണ്. കാരണം അയാൾ തന്നെയാണ് നിങ്ങളുമെന്ന് ശാരദക്കുട്ടി വിമർശിക്കുന്നു. അവർക്ക് തർക്കിക്കാനാണ് ഇഷ്ടം. തർക്കത്തിൽ ജയിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെട്ട വിഷയമാണെങ്കിൽ അവർക്ക് ഒരു സ്ത്രീയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല, തർക്കത്തിൽ തോറ്റുപോയാൽ തോൽക്കുന്നത് അവരുടെ ആണത്തമാണെന്ന് അവർ കരുതുകയാണ്. നിശബ്ദമായ ഒരു കൃത്രിമ വിധേയത്വ നാട്യത്തിലൂടെ ഒരു കാലത്തെ അമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും ഈ വല്യേട്ടൻ ഭാവത്തെ വളർത്തി കൊടുമുടിയിലെത്തിച്ചു. സമ്മതിച്ചു കൊടുത്തേക്ക് നമുക്കെന്ത് ചെയ്താമെന്ന് അവർ ഉദാസീന ബുദ്ധിമതികളായി. അതിന്റെ ശിക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന പെണ്ണുങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു. തെറ്റുകളെ തെറ്റുകളായല്ല ആണും പെണ്ണുമായാണ് തരംതിരിക്കുക. അതാണ് നാടൊട്ടുക്ക് നടക്കുന്ന സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളും സ്വാഭാവികവും സാധാരണവുമാവുന്നത്. മറിച്ച് ഒരു പെണ്ണ് വിഷം കൊടുക്കുന്നത് അസ്വാഭാവികവും അസാധാരണവും വലിയ വാർത്തയുമാവുന്നത്. എന്നാലും അവൾ അത് ചെയ്യുമോ? പെണ്ണ് ഒതുങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നവർക്കാണ് ഒടുക്കാത്ത വനിതാ രത്ന ട്രോഫി കിട്ടുക. വീടുകളിലാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലുള്ള തമ്മിൽ ചർച്ചകൾ നടക്കുന്നത്. പലരെയും പിടിച്ചിരുത്തി പലതും പഠിപ്പിക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളിലിരുന്ന് വിരൽ ചൂണ്ടി എതിരിലിരിക്കുന്നവരുടെ കണ്ണിൽ കുത്തലൊന്നും വീട്ടിൽ നടക്കില്ലെന്ന് ഏത് രാഹുൽ ഈശ്വറിനും അറിയാം. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയൊന്നുമല്ല ഈ അച്ഛനപ്പൂപ്പന്മാരെന്ന് അറിയാവുന്ന പെൺകുട്ടികൾ ഏറി വരുന്നുണ്ട്. ക്ഷമയോടെ ജ്ഞാനഗൗരവത്തോടെയുള്ള ചോദ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളുടെ മർമ്മം നോക്കി തൊടുത്തുവിടുന്ന പെൺവീടുകളുടെ കാലമാണിത്. ശാരദക്കുട്ടി ഓർമ്മിപ്പിച്ചു. പെൺകുട്ടികൾ ചോദിക്കുന്നു, കുളിക്കാൻ കയറുമ്പോൾ വെന്റിലേഷൻ എവിടെയെന്ന് ഭയപ്പാടോടെ ഒരല്പം നോക്കേണ്ടി വരാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാവും? മാറത്ത് പുസ്തകം അമർത്തിപ്പിടിച്ച് ഇടവഴികളിലോടി നടക്കേണ്ടി വരാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാകും? ഉത്സവ പറമ്പുകളിലും സിനിമാ കോട്ടകളിലും പൊതുവാഹനങ്ങളിലും ഒളിപ്പോരാളികളെ പോലെ കവചവും മിനി ആയുധങ്ങളും കരുതേണ്ടി വന്നിട്ടില്ലാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാകും? സ്വന്തം മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ആഭാസന്മാരിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരിക്കൽ പോലും ശ്രമിക്കേണ്ടി വന്നിട്ടില്ലാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാകും? തങ്ങൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളെയും താൽക്കാലികമായെങ്കിലും അസമാധാന പുരകളാക്കി മാറ്റേണ്ടി വരുന്നതിനെ കുറിച്ചവർ ബോധവതികളാണ്. എങ്കിലും ഞങ്ങൾ നിങ്ങളെ അനായാസം മറികടക്കുകയാണ് എന്നവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയല്ലാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന പുതുമനുഷ്യർ ഉണ്ടായി വരില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട്. നിരപരാധികൾ തന്നെയാണ് ഏറെയും ചരിത്രത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവ സ്ത്രീകളായിരുന്നത് കൊണ്ട് നിങ്ങൾക്കത് വാർത്തയായിരുന്നില്ല എന്ന് മാത്രം. ശാരദക്കുട്ടി കുറിച്ചത് ഇങ്ങനെയാണ്. എന്തുതന്നെയായാലും ശാരദക്കുട്ടി പറഞ്ഞതിലെ ചില കാര്യങ്ങൾ പ്രസക്തമാണ്. സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളും സാധാരണം, പെണ്ണ് വിഷം കൊടുക്കുന്നത് അസ്വാഭാവികം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.